എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം. ഞാൻ ഇന്നലെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ളത്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒന്നാണ് ഈ ചാമ്പയ്ക്ക എന്ന് പറയുന്നത്. നമുക്ക് ഈ സാധനം കണി കാണാൻ പോലും കിട്ടാത്ത ഒന്നാണ്. അപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് എന്നാൽ പിന്നെ വെറുതെ കഴിച്ച് കളയണ്ട, എന്നാൽ അച്ചാറിട്ടേക്കാന്നങ്ങ് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാമ്പയ്ക്കയെല്ലാം എടുത്ത് അരിഞ്ഞ് കുരുവെല്ലാം കളഞ്ഞിട്ട് അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. തലേദിവസം രാത്രിയിലേ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് വേണ്ടതാണ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇതെല്ലാം നമ്മൾ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കാം. പാൻ ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ഇടുക. ഇനി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ചാമ്പയ്ക്ക ഉപ്പ് പുരട്ടി നേരത്തെ വെച്ചത് കാരണം അതിൽ ഓൾറെഡി വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ചാമ്പയ്ക്കയും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനൊരു ചെറിയ വേവാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. ചാമ്പയ്ക്ക ഉപ്പിലിട്ടാണല്ലോ വെച്ചത്, അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാമ്പയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.